ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നമ്മളെല്ലാവരും വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന തൈപ്പൂയ വ്രത ദിവസം. നമുക്കെല്ലാവർക്കും അറിയാം, മുരുക ഭഗവാന് എത്രമാത്രം മഹാസ്കന്ധഷഷ്ടി പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ഈ തൈപ്പൂയം എന്ന് പറയുന്നത്. ഒരുപാട് ഭക്തജനങ്ങൾ 48 ദിവസം, 41 ദിവസം, 21 ദിവസം, 11 ദിവസം, 6 ദിവസം, 3 ദിവസം തുടങ്ങി ഒരുപാട് പേർ വ്രതമനുഷ്ഠിച്ച് ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വരുന്ന ഒരു ശീലവുമുണ്ട്. അതുപോലെ തന്നെ പലരും കാവടിയെടുത്ത് നടന്ന് പഴനി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചു വരുന്നവരും ഒരുപാട് പേരുണ്ട്. പക്ഷേ നമ്മളിൽ പലർക്കും വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നില്ല, ഞങ്ങൾക്ക് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം പരിപൂർണമായും വേണം, ഞങ്ങൾ വിദേശത്താണ് അല്ലെങ്കിൽ ഞങ്ങൾ വേറെ സ്റ്റേറ്റുകളിലാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നാളെ ഒരു ദിവസത്തെ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നാളെ ഒരു ദിവസത്തെ പരിപൂർണമായ വ്രതം അനുഷ്ഠിക്കുക. അതായത് രാവിലെ മുതൽക്ക് 6 മണി വരെയും ഭക്ഷണമൊന്നും കഴിക്കാതെ മുരുക ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക, വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരിക്കുക. ഇനി അതിന് കഴിയാത്തവർ പാലും പഴവും മാത്രം വൈകുന്നേരം 6 മണി വരെ കഴിക്കുക. ഇനി അതിനും സാധിക്കാത്തവർ നാളെ രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കി ഉച്ച സമയത്ത് ഭക്ഷണം കഴിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ആരോഗ്യസ്ഥിതികൾ അനുസരിച്ച് ആർക്കു വേണമെങ്കിലും നാളേക്ക് മുരുക ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് ഇതുപോലെ ചെറിയ രീതിയിലുള്ള വ്രതങ്ങളെല്ലാം എടുക്കാവുന്നതാണ്. വളരെ നല്ലതാണ്. ഇനി ഇതിനൊന്നിനും എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല, ഇനി ഒരു പക്ഷേ എനിക്ക് വ്രതം അനുഷ്ഠിക്കുന്നുണ്ട് എങ്കിലും നമ്മൾ ഇവിടെ പറയുന്ന ഈ മന്ത്രം ജപിക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന മന്ത്രം നാളെ രാവിലെ കുളിക്കണം എന്ന് പോലുമില്ല. രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഏത് മുരുക ഭഗവാന്റെ രൂപമാണോ വരുന്നത് ആ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ഞാനിവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം നിങ്ങൾ വെറും 6 പ്രാവശ്യം ചൊല്ലാം. പീരിയഡ്സ് ആണെങ്കിലും പുലവാലായ്മയാണെങ്കിലും നമുക്ക് മുരുക ഭഗവാന്റെ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഒന്നും നിങ്ങൾ ചൊല്ലേണ്ട കാര്യമില്ല. കാരണം ഇത് ചൊല്ലിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വിജയം നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു മന്ത്രമാണ്. ഒരുപാട് തവണ ഷഷ്ടി വ്രതകാലങ്ങളിൽ 2 വർഷമായിട്ട് ഞാൻ ഈ മന്ത്രം നിങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു മന്ത്രമാണ് ഇത്. തിരുനാമമല്ല, ഒറ്റവരി മന്ത്രമല്ല, ഇത് ഭഗവാന്റെ തിരുമന്ത്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൂർവാധികം ഭക്തിയോടുകൂടി നമ്മൾ ഈ മന്ത്രം ജപിക്കുവാനായിട്ട് ശ്രമിക്കുക. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് രാവിലെ ഉണർന്ന ഉടൻ തന്നെ കട്ടിലിൽ ഇരുന്നു കൊണ്ടോ ഇനി അഥവാ താഴെ നിലത്ത് ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു പായോ വിരിച്ച് കിഴക്കു ദിശ നോക്കിയിരുന്ന് മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ജപിക്കാം. ഈ മന്ത്രം ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് പഴനി മുരുകനെ മനസ്സിൽ കൊണ്ടുവരാം. ഇനി അഥവാ നമുക്ക് സ്വാമിമല മുരുകനെ മനസ്സിൽ കൊണ്ടുവരാം. ഇനി അഥവാ നമുക്ക് ആണ്ടിക്കോലത്തിലുള്ള മുരുക ഭഗവാനെ മനസ്സിൽ കൊണ്ടുവരാം. രാജാലങ്കാരത്തിലുള്ള ഭഗവാനെ മനസ്സിൽ കൊണ്ടുവരാം. വള്ളി ദൈവനോടൊപ്പം നിൽക്കുന്ന മുരുക ഭഗവാനെ മനസ്സിൽ കൊണ്ടുവരാം. ഇനി അതൊന്നുമില്ലെങ്കിൽ നിങ്ങൾ തിരുച്ചെന്തൂർ ഷൺമുഖരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് ഭഗവാനോട് പറയാതെ തന്നെ ഭഗവാൻ ആഗ്രഹം നിറവേറ്റിത്തരും. എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഇല്ലാതാക്കി തരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കി തരും. ആരോഗ്യപരമായ പ്രശ്നങ്ങളെ മാറ്റിയെടുക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ എപ്പോഴും തോൽവികൾ മാത്രം നേടിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് വിജയം നേടാൻ സാധിക്കില്ലേ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു മന്ത്രത്തോടു കൂടി നമ്മുടെ ജീവിതം മാറി മറയുന്നതായിരിക്കും. ഇനി ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകേണ്ടേ, പൂജകൾ ചെയ്യേണ്ടേ എന്നൊന്നും ചോദിക്കേണ്ട. ഇത് രാവിലെ ഉണർന്ന ഉടൻ ജപിക്കേണ്ട ഒരു മന്ത്രമാണ്. ഇതിനുശേഷം നിങ്ങൾക്ക് പൂജകൾ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ വ്രതം അനുഷ്ഠിച്ചിരിക്കുന്നവരാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൂടെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് പൂജകൾ ചെയ്യാം, നൈവേദ്യം ചെയ്യാം, ക്ഷേത്ര ദർശനം നടത്താം, ഓം ശരവണഭവ എന്നുള്ള മന്ത്രം എഴുതാം. ഇതെല്ലാം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ചെയ്തുകൊണ്ടിരിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ വ്രതം അനുഷ്ഠിച്ചാലും ഇല്ലെങ്കിലും പീരിയഡ്സ് ആണെങ്കിലും നാളെ രാവിലെ, അതായത് ആർക്ക് വേണമെങ്കിലും ചൊല്ലാം എന്ന് ചുരുക്കം. അങ്ങനെയുള്ളവർ നാളെ കാലത്ത് ഉണർന്ന ഉടൻ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുവാനായിട്ട് ശ്രമിക്കുക. ഉണർന്ന ഉടൻ തന്നെ ഭഗവാനെ മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു കിട്ടണമെന്നും സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലാം. ഈ മന്ത്രം ഇതാണ്: 5 മുഖം തോன்றில் 6 മുഖം തോன்றுം
வெஞ்சமரில் அஞ்சலென வேல் தோன்றும் நெஞ்சில் ஒரு கால் நினைக்கில் இரு காலும் தோன்றும் முருகா என ஓதுவர் முன். 5 முகம் தோன்றில் 6 முகம் தோன்றும் வெஞ்சமரில் அஞ்சலென வேல் தோன்றும் நெஞ்சில் ஒரு കാൽ നിനക്കിൽ ഇരു കാലും തോன்றுം മുരുക എന ഓതുവർ മുൻ. ഇതിൻ്റെ പൊരുളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ചുരുക്കി പറയാം. അതായത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഒരു തരത്തിൽ കുഴപ്പമുണ്ടെങ്കിൽ, വേദനകളുണ്ടെങ്കിൽ, വിഷമങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തൊരു ചെറിയ മാറ്റം വന്നാൽ പോലും നമ്മുടെ മനസ്സിൽ നമ്മൾ എപ്പോൾ മുരുക എന്ന് മനസ്സുരുകി വിളിക്കുന്നുവോ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും മുരുക ഭഗവാൻ എന്ന് ഇവിടെ ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരണങ്ങളെല്ലാം കഴിഞ്ഞ കുറേ വീഡിയോകളിലൂടെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചുരുക്കി പറഞ്ഞത്. ഞാൻ എന്നും നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്ന ഒരു മന്ത്രജപം കൂടിയാണ് ഇത്. അതായത് നമ്മൾ ഏത് മന്ത്രങ്ങൾ ജപിച്ചില്ലെങ്കിലും, ക്ഷേത്ര ദർശനം നടത്തിയില്ലെങ്കിലും, നമ്മൾ ഒന്നും ചെയ്തില്ല, ഞങ്ങൾ പക്ഷെ മുരുക എന്ന് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഉറപ്പിച്ചോളൂ, മുരുക എന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ മുരുക ഭഗവാന്റെ വേൽ നമ്മുടെ മുന്നിൽ കാണും. പല വട്ടം ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മൾ വെറുതെ മുരുക എന്ന് വിളിച്ചു പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാലും നാളെ വേൽമാറൽ ചൊല്ലുക. അതുപോലെ തന്നെ നമുക്ക് സ്കന്ദഷഷ്ടി കവചം പാരായണം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. സ്കന്ദ ഗുരു കവചം നമുക്ക് ചൊല്ലാൻ സാധിക്കുമെങ്കിൽ അത് ചൊല്ലുക. കൂടാതെ നാളെ എപ്പോഴെല്ലാം നമുക്ക് സമയം കിട്ടുന്നുവോ അപ്പോഴെല്ലാം നമ്മുടെ വായിൽ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ഉച്ചരിച്ചു കൊണ്ടേയിരിക്കാം. അതും അല്ലെങ്കിൽ വേലും മയിലും സേവലും തുണൈ, വേലും മയിലും സേവലും തുണ എന്നുള്ള മന്ത്രം നമുക്ക് ജപിക്കാം. ഈ ഒരു മന്ത്രങ്ങൾ ജപിക്കുവാനായിട്ടോ മുരുക ഭഗവാനെ നമ്മുടെ മനസ്സിൽ ധ്യാനിക്കുവാനായിട്ടോ നമുക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും തന്നെ ഇല്ല എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ മന്ത്രം എപ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ, ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത്, യാത്രകൾ ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ നമുക്ക് ജോലി തിരക്കുകളുണ്ടെങ്കിൽ അതിനിടയിൽ, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുന്നേ, ഉണർന്നു കഴിഞ്ഞ ഉടൻ, ഇങ്ങനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ജപിക്കാം. അതുപോലെ തന്നെ ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം എഴുതിക്കൊണ്ടേ ഇരിക്കാവുന്നതാണ്. നമുക്ക് എത്ര പ്രാവശ്യം എഴുതുവാനും ചൊല്ലുവാനും സാധിക്കുന്നുവോ അത്രയും പ്രാവശ്യം മുരുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം എഴുതുക. ഓം വജദ്ഭൂവേ നമ എന്നുള്ള ഭഗവാന്റെ മൂലമന്ത്രം ജപിക്കാം. ഇങ്ങനെ പല മന്ത്രങ്ങളും നമുക്ക് മുരുക ഭഗവാന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം നമുക്ക് ചൊല്ലാവുന്നതാണ്. ഇതെല്ലാം നിങ്ങൾ ചൊല്ലുമ്പോഴേക്കും ഏതൊരു തരത്തിലുള്ള കാര്യങ്ങളും നിറവേറി കിട്ടണമെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ചൊല്ലേണ്ട കാര്യമേ ഇല്ല. കാരണം നിങ്ങൾ എന്താണോ മനസ്സിൽ കണ്ടിരിക്കുന്നത് അത് ഭഗവാൻ നമ്മളിലേക്ക് എത്തിച്ചു തരും. തീർച്ചയായിട്ടും 100% ഉറപ്പോടുകൂടി പറയുന്ന കാര്യമാണ്. ഈ തൈപ്പൂയത്തിന് നിങ്ങൾ മനസ്സുരുകി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് എന്ത് കാര്യം നേടിയെടുക്കുവാൻ വേണ്ടിയാണെങ്കിലും ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു തവണയെങ്കിലും മുരുക എന്ന് വിളിച്ചാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നു കിട്ടും. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇത്രയും ഭക്തിയോടുകൂടി സദാസമയവും മുരുക 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 എന്നും ഓം ശരവണ ഭവ ഓം ശരവണ ഭവ എന്നും ജപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാൻ ഒരുപാട് കാലങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേ അടുത്ത തൈപ്പൂയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ഭഗവാൻ നിങ്ങളിലേക്ക് എത്തിക്കും. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ നാളെ മറക്കാതെ രാവിലെ ഉണർന്നതും തന്നെ ഞാൻ ഇവിടെ പറഞ്ഞ ആ മന്ത്രം 6 പ്രാവശ്യം ചൊല്ലുക. അതുപോലെ തന്നെ സദാസമയവും മുരുക എന്നുള്ള തിരുനാമം ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള തിരുനാമങ്ങൾ, തിരുകഥകൾ, മന്ത്രങ്ങൾ, താന്ത്രികങ്ങൾ, വഴിപാട് രീതികൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമ.